ഇന്ന് നടന്ന തിരുവനന്തപുരം ജില്ലയുടെ LDC പരീക്ഷയുടെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യനും പിന്നെ ഇംഗ്ലീഷും മലയാളം എന്ന ഓർഡറിലാണ് നമ്മൾ വായിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം മാത്സിൽ ഒന്നാമത്തെ ചോദ്യം, അതിൽ ഈ എ കോഡിലെ 71ാമത്തെ ചോദ്യമാണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. 840 രൂപ വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ് എന്നാണ് ചോദ്യമുള്ളത്. ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം ബി ഓപ്ഷൻ ആണ്. ഏതാണ്? ബി ഓപ്ഷന് 15% എന്ന് പറയുന്ന ഉത്തരം. ഇനി 72ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. 72ാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് നോക്കൂ. ആ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 ആയി. ചേർത്ത സംഖ്യ ഏത്? ഓപ്ഷൻ എ 138, ഓപ്ഷൻ ബി 128, ഓപ്ഷൻ സി 130, ഓപ്ഷൻ ഡി 100. അപ്പൊ ഇതിന്റെ ഉത്തരത്തിലേക്ക് വരുമ്പോ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് നമുക്ക് 138 എ ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ നോക്കൂ ട്ടോ. ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിച്ച് ടാങ്ക് നിറയുവാൻ എത്ര സമയം വേണ്ടിവരും എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പൊ 73ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ ഉണ്ട് 2 മണിക്കൂർ 30 മിനിറ്റ്, ഓപ്ഷൻ ബി ഉണ്ട് 1 മണിക്കൂർ 30 മിനിറ്റ്, ഓപ്ഷൻ സി ഉണ്ട് 2 മണിക്കൂർ 40 മിനിറ്റ്. ദെൻ ഓപ്ഷൻ ഡി ഓപ്ഷൻ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഡി ഓപ്ഷനില് 2 മണിക്കൂർ 15 മിനിറ്റ് എന്ന് പറയുന്ന ഉത്തരം. 74ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 74ാമത്തെ ചോദ്യത്തില് തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എന്ത് എന്നാണ്. 2 raised to k plus 1 into 2 raised to 5 ഈക്വൽ ടു 2 raised to 7 ആണെങ്കിൽ അതിന്റെ കെയുടെ വില എന്ത് എന്നാണ് ചോദ്യമുള്ളത്. കെയുടെ വില എന്ന് പറയുന്നത് അവിടെ എ ഓപ്ഷൻ ആണ്. 1 എന്ന് പറയുന്ന ഉത്തരമാണ് നമുക്ക് കറക്റ്റ് ആവുന്നത്. ഇനി 75ാമത്തെ ചോദ്യം ടൈം ആൻഡ് വർക്കിലെ ഒരു ചോദ്യമാണ്. ഇതെല്ലാം ചെയ്തെടുക്കാവുന്ന ചോദ്യം തന്നെയാണ് എക്സാമിന് വന്നത്. അപ്പൊ അതില് എ ഒരു ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തീകരിക്കാൻ 12 ദിവസം എടുക്കുന്നു. എന്നാൽ ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദ്യമുള്ളത്. ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത് സി ഓപ്ഷൻ ഉണ്ട്. 30 ദിവസം എന്ന് പറയുന്ന ഉത്തരം നമുക്ക് നൽകാം. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് 76ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 76ാമത്തെ ചോദ്യത്തിൽ ഒറ്റയാനെ കണ്ടെത്തുക എന്ന ചോദ്യമുണ്ട്. ഈ ഒറ്റയാനെ കണ്ടെത്തുക എന്ന ചോദ്യത്തില് നമുക്കറിയാം അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം 25,631, 52,163, സി ഓപ്ഷൻ ഉണ്ട് 33,442, ഡി ഓപ്ഷൻ ഉണ്ട് 34,424. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നമുക്ക് വരുന്നത് സി ഓപ്ഷൻ ആണ് 33,442 എന്ന ഉത്തരം. ദെൻ 77ാമത്തെ ചോദ്യം മാത്സിലെ 77ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 77ാമത്തെ ചോദ്യം രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. എന്നാൽ രാജുവിന്റെ യാത്ര ഏതു ദിശയിലാണ്? അപ്പോ ഡയറക്ഷനിൽ ഒരു ചോദ്യമാണ്. അതിൽ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, ചെയ്യുന്നൊക്കെ അറിയാം. നമ്മൾ ഇവിടെ ചെയ്യുന്നില്ല, ആൻസർ മാത്രം പറയുന്നുള്ളൂ. തെക്ക് കിഴക്ക്, തെക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക്. ആ ചോദ്യത്തിന് ആൻസർ ബി ഓപ്ഷൻ ഉണ്ട്. തെക്ക് എന്ന് പറയുന്ന ഉത്തരമാണ് കറക്റ്റ് ആയി വരുന്നത്. ഇനി 78ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 78ാമത്തെ ചോദ്യം ഹെലോ എന്ന വാക്ക് കോർ എന്ന് കോഡ് ചെയ്യപ്പെടുന്നു. KHOOR എന്ന് കോഡ് ചെയ്യപ്പെടുന്നു. എന്നാൽ വേൾഡ് എന്ന വാക്കിന്റെ കോഡ് ഏത് എന്നാണ് ചോദ്യം. അപ്പൊ 78 ലെറ്റർ കോഡിംഗിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 78ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഉള്ളത് ഡി ഓപ്ഷൻ ആണുള്ളത്. ZRUOG, ദാറ്റ് മീൻസ് ZRUOG. ഇതാണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഇനി 79ാമത്തെ മാത്സിൽ 9ാമത്തെ ചോദ്യമാണ്. തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 4ാമത്തെ സംഖ്യ ഏത്? ഏതാണ്? തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 4ാമത്തെ സംഖ്യ ഏത്? അതില് ആ സംഖ്യാക്രമം ഒന്ന് നോക്കൂ. 4 7 12, 4 7 12 ഡാഷ്. അതിൽ ഓപ്ഷൻ ഉണ്ട് 19. ഓപ്ഷൻ എ 19, ഓപ്ഷൻ ബി
17 ഓപ്ഷൻ സി, 18 ഓപ്ഷൻ ഡി, 14 എന്നുള്ള ഈ ഓപ്ഷനിൽ ഓപ്ഷനായിട്ട് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് 19 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ 19. ഇനി 80ാമത്തെ ചോദ്യത്തില് നിങ്ങൾക്ക് മാത്സിൽ തന്ന 80ാമത്തെ ചോദ്യം എ പ്ലസ് എന്ന ചിഹ്നത്തെയും ബി മൈനസ് എന്ന ചിഹ്നത്തെയും സി ഹരിക്കണം എന്ന ചിഹ്നത്തെയും ഡി ഇൻറ്റു അതായത് ഗുണന ചിഹ്നത്തെയും സൂചിപ്പിക്കുന്നു എങ്കിൽ ഈ ഒരു പാറ്റേണിന്റെ എത്ര സൂചിപ്പിക്കുന്നു എന്നാണ് നമ്മളോടുള്ള ചോദ്യം. അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് നമുക്ക് ബി ഓപ്ഷൻ ഉണ്ട്, 17 എന്ന ആൻസർ ഉണ്ട്, 17. അപ്പൊ മാത്സിലെ 10 ചോദ്യങ്ങളും അത്യാവശ്യം അറിയുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അത്യാവശ്യം അറിയുന്ന ആൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മാത്സിലെ ചോദ്യം ഉള്ളത്. അപ്പൊ കൃത്യമായിട്ട് നോക്കുക. നമുക്ക് അടുത്തതായിട്ടുള്ള ചോദ്യം ഇംഗ്ലീഷ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇംഗ്ലീഷ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യനിൽ 81ാമത്തെ ചോദ്യം അത്ര വലിയ ഡിഫിക്കൽട്ട് ചോദ്യങ്ങളല്ല ഇംഗ്ലീഷിലുള്ളത്. 81ാമത്തെ ചോദ്യം ദി ടൂറിസ്റ്റ് ഗൈഡ് എലോങ് വിത്ത്. അപ്പൊ എലോങ് വിത്തിന്റെ പ്രയോഗങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുന്നതാണ്. കോമൺ ആയിട്ടുള്ള ഗ്രാമാറ്റിക്കൽ ഏരിയയിൽ വരുന്നതാണ്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിൽ ദി ടൂറിസ്റ്റ് ഗൈഡ് എലോങ് വിത്ത് ദി ടൂറിസ്റ്റ് ഡാഷ് അറൈവ്ഡ് എന്ന ചോദ്യമാണുള്ളത് അല്ലെ. അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഹാസ്. ഓപ്ഷൻ എ ഉണ്ട്, ഹാസ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. ലെറ്റ്സ് ഗോ ഫോർ എ വോക്ക്. അതില് ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് ഉറപ്പായിട്ട് ലെറ്റസ് വന്നാല് ലെറ്റ്സ് ഗോ ഫോർ എ വോക്ക് എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് വരുന്നത്? ഏതാണ്? അതില് ഷാൾ വി എന്ന് പറയുന്ന ഉത്തരവുണ്ട്. ദെൻ ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്, അതും ട്രഡീഷണൽ ഗ്രാമാറ്റിക്കൽ ഏരിയയിൽ വരുന്ന ഒരു ചോദ്യമാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ഗ്രാമാറ്റിക്കൽ ഏരിയയിൽ വരുന്ന ചോദ്യമാണ്. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച് അത് സെയ്സ്. അറിയാലോ, ഇത് സെയ്സ് ആണ് വന്നത്, പ്രസന്റ് ആയിട്ടുള്ള വന്നതുകൊണ്ട് ഹി സെയ്സ് ദാറ്റ് ഹി ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ് എന്ന് പറയുന്ന ഡി ഓപ്ഷൻ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഇഫ് ക്ലോസ് സാധാരണ PSC യിൽ വരുന്ന ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ഇഫ് വെച്ചിട്ടുള്ള ഇഫ് ഐ ഹാഡ് മണി, ഇഫ് ഉണ്ട്, ഹാഡ് ഉണ്ട്. അവിടെ ഹാഡ് മാത്രമേ ഉള്ളൂ, ഇവിടെ എന്തില്ല, V3 ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് അതില് സി ഓപ്ഷൻ ആണ്. വുഡ് ഹെൽപ്പ് എന്ന് പറയുന്ന ആൻസർ ഉണ്ട്, വുഡ് ഹെൽപ്പ്. ദെൻ 85ാമത്തെ ചോദ്യം ദി ഡോൾ ബിലോങ്സ് ഡാഷ് ചൈൽഡ്. ദി ഡോഗ് the doll, sorry dog അല്ല, doll. The doll belongs dash the child. Then at to over off ആണുള്ളത്. അതിന്റെ ഉത്തരമായിട്ട് വരുന്ന 2 എന്ന് പറയുന്ന ഓപ്ഷൻ. ദെൻ 86ാമത്തെ ഐഡന്റിഫൈ ദി കറക്റ്റ് സ്പെല്ലിംഗ്. കറക്റ്റ് സ്പെല്ലിംഗ് ചോദിക്കുന്ന ക്വസ്റ്റ്യന്റെ ഉത്തരമായിട്ട് നമുക്ക് ഡി ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്, ഡി ഓപ്ഷൻ ആണ്. ദെൻ 87ാമത്തെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യനിൽ 87ാമത്തെ ദി ഡിയം ബോൺ ഓഫ് കണ്ടൻഷൻ മീൻസ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യന്. അതിന്റെ സി ഓപ്ഷൻ ആണ് സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട്. സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട് എന്ന് പറയുന്ന ഉത്തരവുണ്ട്. സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു കളക്റ്റീവ് നൗൺസ് ആണ്. കളക്റ്റീവ് നൗണിന്റെ ചോദ്യമാണ് അടുത്തത്. ഡാഷ് ഓഫ് വോൾസ്. വോൾസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വോൾസ് എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും വോൾസ് എന്ന് പറയുന്നത് എന്താണ്? ദി പാക്ക് അല്ലെ, ദി പാക്ക് ഓഫ് വോൾസ് എന്നാണ് എന്റെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ദെൻ ദി ഐഡന്റിഫൈ ദി സിനോണിം. അമെൻമെന്റ് എന്ന് പറയുന്ന സിനോണിം സി ഓപ്ഷൻ ആണ് മോഡിഫിക്കേഷൻ. അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡിഫിക്കേഷൻ എന്നാണ്. 90ാമത്തെ ചോദ്യത്തില് ഐഡന്റിഫൈ അന്റോണിം ഡെഫിസിറ്റ്. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അന്റോണിം എന്താണെന്നാണ് ക്വസ്റ്റ്യന്. അതിൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നതിന്റെ അന്റോണിം ഉള്ളത് ബി ഓപ്ഷൻ ആണ് സർപ്ലസ്. സർപ്ലസ് എന്ന് പറയുന്ന ഉത്തരവുണ്ട്. ദെൻ അടുത്തത് 91 മുതൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ആണ്? മലയാള ക്വസ്റ്റ്യൻ ആണുള്ളത്. മലയാളത്തിലെ 10 ചോദ്യങ്ങളാണ് ലാസ്റ്റ് ആയിട്ട് വരുന്നത്. മലയാളത്തിലെ 10 ചോദ്യത്തില് 91ാമത്തെ ആൻസർ അനപത്യൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ എ ഓപ്ഷൻ ആണ് അർത്ഥം. അത് എ ഓപ്ഷൻ ആണ്, സന്തതി ഇല്ലാത്തവൻ എന്നാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പദം ഏത് എന്ന് പറയുന്ന ചോദ്യം. 92ാമത്തെ ചോദ്യം ശരിയായ പദം അവിടെ സാധാരണ നമുക്ക് കാണുന്ന പ്രീവിയസ് ടോപ്പിക് ക്വസ്റ്റ്യൻ ആണ്. കവയിത്രി എന്ന് പറയുന്ന ചോദ്യം. 93ാമത്തെ ചോദ്യത്തില് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനമേത് എന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. 93ാമത്തെ ക്വസ്റ്റ്യനില് സലിംഗ ബഹുവചനമേത്. അതില് ഓപ്ഷൻ ഉണ്ട്, സി ഓപ്ഷൻ ആണ് പുരുഷന്മാർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ദെൻ
ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറയുന്ന 94-ാമത്തെ ചോദ്യം. ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറയുന്ന ചോദ്യം കാണാൻ പറ്റും നമുക്ക്. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയുക എന്നാണ് അർത്ഥം. ഇനി പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുക എന്നാണ് പിഞ്ഞാണത്തിന്റെ വർണ്ണം. ബി ഓപ്ഷൻ ആണ് നമുക്കുള്ളത്, പിഞ്ഞാണത്തിന്റെ വർണ്ണം. ഇനി ഇംഗ്ലീഷിന്റെ ഒരു വേർഡ്, അതിന്റെ മലയാളത്തിന്റെ ട്രാൻസ്ലേഷൻ ആണ് അവർ ചോദിക്കുന്നത്. പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നാണ്. പുട്ട് ഔട്ട് ഒക്കെ നമുക്ക് കോമൺലി അറിയുന്നതാണ്, അണക്കുക. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അണക്കുക. ദെൻ 97-ാമത്തെ ചോദ്യം. മലയാളത്തില് 3 ചോദ്യങ്ങൾ കൂടിയാണ് നമുക്കുള്ളത്. മലയാളത്തിൽ 3 ചോദ്യങ്ങളാണ്. 97-ാമത്തെ ചോദ്യത്തിൽ 4 ചോദ്യങ്ങൾ. 97-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്രൗണി അല്ലെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്രൗണി ആര് എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ദെൻ അശ്വത്ഥാമാവ് എന്ന് പറയുന്ന ബി ഓപ്ഷൻ ആണ് നമുക്ക് കറക്റ്റ് ഉള്ളത്. ഇനി ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതിയത് എങ്ങനെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അതിൽ 98 നമുക്ക് സി ഓപ്ഷൻ ആ, ചിദ് പ്ലസ് മുദ്ര എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. 99-ാമത്തത് കേരള പാണിനി തൂലികാനാമമാണ്. എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര് എന്നാണ്. കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജ വർമ്മ. 100-ാമത്തെ ചോദ്യമുണ്ട്. 100-ാമത്തെ ചോദ്യത്തിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷര തെറ്റുകളുള്ള വാക്ക് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അക്ഷരത്തെറ്റുള്ള ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാം അക്ഷരത്തെറ്റുള്ള വാക്കായിട്ട് വരുന്നത് ഏതാണ്? എ ഓപ്ഷൻ ആണ്. 100-ാമത്തേല് എ ഓപ്ഷൻ ആണ് നമുക്ക് അക്ഷരത്തെറ്റുള്ള വാക്കായിട്ട് വരുന്നത്. അപ്പൊ LDC പരീക്ഷ, തിരുവനന്തപുരം ജില്ലയിലെ LDC പരീക്ഷ നല്ല രീതിയിൽ എഴുതി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ജില്ലയിലും കൃത്യമായിട്ട് എഴുതുക. ഇതിന്റെ GK ചോദ്യങ്ങളുടെ ഡിസ്കഷൻ നടത്തുന്നതാണ്. LDC പരീക്ഷ എഴുതി എല്ലാവർക്കും നല്ല വിജയാശംസകൾ നേരുന്നു.